ഹലോ നമസ്കാരം. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂന്തൽ പിടിക്കാൻ വേണ്ടി പോകുന്ന തോണിക്കാരാണ്. ഇന്നലെ പോയവർക്ക് കൂന്തലുണ്ട്. 10-13 മാറ് കടലിലാണ് കൂന്തൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ 4 മണി 4:30 തോണികളെല്ലാം കടലിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ഫുള്ള് വലവിട്ട് വെളുപ്പിനെ കരക്ക് വരത്തുള്ളൂ കാലത്ത്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോ വഞ്ചിയും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഞ്ചികളെല്ലാം പോയി പെട്ടെന്ന് കാലാവസ്ഥ മാറി കേട്ടോ. പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി, മഴയും കാറ്റൊക്കെ വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു വലവീശക്കാരുണ്ട് കരയിൽ. അയാൾ വല വീശാൻ പോവുകയാണ്. അയാൾക്ക് മീൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ വല വീശി വല പിടിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തോ 2 ഞണ്ടൊക്കെ കാണുന്നുണ്ട്. ആ ഞണ്ട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും വര കരയ്ക്ക് കൊണ്ടുവരട്ടെ, നോക്കാം നമുക്ക്. 2 ചെറിയ ഞണ്ട് ഞാൻ കാണുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. 2 ഞണ്ടേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ മഴ വരുന്നുണ്ട്, അതിന് മുൻപ് അയാൾ പോകാൻ നിൽക്കുകയാണ്. എന്തായാലും 2 ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് കിട്ടിയ 2 ഞണ്ടാണത്, ചെറിയ 2 ഞണ്ട്. വേറെയും കവറിൽ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാൾ നിർത്തി പോകാമെന്ന് പറഞ്ഞു, മഴയാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഞാൻ കുടയൊക്കെ എടുത്തു. അപ്പുറത്ത് വേറൊരാൾ വലയിടാൻ പോകുന്നുണ്ട്. അയാൾ വലയിട്ടതിന് ശേഷം നോക്കാം മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കയ്യിൽ വലയെടുത്ത് പിടിച്ച് പോകുന്നുണ്ട്. പക്ഷേ കടൽ പെട്ടെന്ന് കൂടി, കാലാവസ്ഥ മാറി. അയാൾ കടലിൽ മുങ്ങാകുഴിയിട്ട് പോവുകയാണ്, ഉള്ളിലേക്ക് പോവാണ്. വലയിടാൻ തന്നെ പോകുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പുറത്ത് വേറൊരു ടീം വല പിടിച്ച് മീൻ കഴിക്കുന്നുണ്ട്. അവർ പിന്നെ നമ്മുടെ ടെർമോക്കോൾ കൊണ്ടുള്ള വഞ്ചിയില്ലേ, പൊന്ത് വഞ്ചി, ഞങ്ങളുടെ നാട്ടിൽ തെർറാജ എന്ന് പറയും, അതുകൊണ്ടാണ് വലയിട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അത് അവർ അഴിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ, കാര്യമായിട്ടുള്ള മീനൊന്നുമില്ല. കാലാവസ്ഥ മോശമായ കാരണം ഇങ്ങോട്ട് പെട്ടെന്ന് പിടിച്ചെടുത്താന്ന് പറഞ്ഞു. ഞണ്ട്, മാന്തൾ, അങ്ങനെയുള്ള പല ഐറ്റം മീനുകളായിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് അവർ വലയിട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ദർറാജ എന്ന് പറയും. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ്, ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലൂടെ വരും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.